ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. ഈ ഒരു സാധനം എല്ലാവരും വീട്ടിലുണ്ടാവും. കാരണം നമ്മൾ പലപ്പോഴായിട്ട് മരുന്ന് വാങ്ങുമ്പം നമ്മൾ കുട്ടികൾക്കാലോ നമ്മൾക്കാലോ സിറപ്പ് അങ്ങനെയുള്ള ബോട്ടിലുള്ള മരുന്ന് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അളവിൻ്റെ ചെറിയൊരു പാത്രമാണിത്. ഇത് 10 ml മുതൽ 15 ml വരെ ഒരു ചെറിയൊരു സൈസ് വ്യത്യാസത്തിൽ വരുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോൾ മോന് മരുന്ന് വാങ്ങിയപ്പോൾ കിട്ടിയ കുറച്ച് ഇതുപോലത്തെ അളവ് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനെ കൊണ്ടുള്ളൊരു ചെറിയൊരു യൂസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇത് 1-2 ഒക്കെ വീട്ടിലെടുത്ത് വെക്കാറുണ്ട്. പിന്നെ അടുത്ത മരുന്ന് വാങ്ങുമ്പോൾ നമുക്ക് പുതിയ അളവ് കിട്ടിയാൽ അത് പഴയതെടുത്ത് കളയും, വേസ്റ്റിൽ കളയൽ തന്നെയാണ് പതിവ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു യൂസ് ഞാൻ പറയാം. ഇതൊരു 2 സ്പൂൺ വെള്ളം ഒഴിക്കുക. അത്രേ ആവശ്യം വരൂ, കാരണം അത്രയും അളവിൽ പിടിക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതേപോലത്തെ 2-3 ബോട്ടിൽ എത്രയാണ് നിങ്ങളുടെ അടുത്തുള്ളത് പഴയത്, അപ്പോൾ അതിലൊരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് വെക്കാം. പിന്നെ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ കിച്ചണിലും ഉണ്ടാകുന്നത് വെളുത്തുള്ളീൻ്റെ ഒരു കൂട് എന്ന് പറയാം, ഒരു ഫുള്ളായിട്ടുള്ളൊരു വെളുത്തുള്ളി. അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഏകദേശം ഒരു 1-2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ വെക്കേണ്ടത്. ആ വെള്ളം ഒന്ന് തൊട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മളത് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെക്കാം, ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു 2 ദിവസം. ഇത് കിച്ചൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിലോ, ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് വെക്കൽ സാധാരണ. കുഞ്ഞു കുഞ്ഞു ചെടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ, കാരണം ഫ്രിഡ്ജ് നമ്മൾ എപ്പോഴും തുറക്കുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു നോട്ടം ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ ദിവസവും കാണുന്ന കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു മൂലയിലായിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് ഇതാ ഒരു 4-5 അളവ് പാത്രത്തിലായിട്ട് വന്നിട്ടില്ല. കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് മുളച്ചിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നിങ്ങൾക്കിത് ഈ ഒരു വെളുത്തുള്ളീൻ്റെ കൂടെ എടുത്താൽ മനസ്സിലാവും. അതിൽ ഫുൾ റൂട്ട്, നല്ല ഫ്രഷ് റൂട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാത്തിനും ലീഫ് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ച് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് അതിൻ്റെ വേര് വന്ന് തുടങ്ങും. പിന്നെ 2 ദിവസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വരും. ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വെളുത്തുള്ളീൻ്റെ അല്ലിയിൽ നിന്നും ഇതേപോലെ ഇതാ മുളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എടുത്തിട്ടുള്ളത് വളരെ ഡ്രൈ ആയിട്ടുള്ള വെളുത്തുള്ളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ മുകളിലുള്ള കവറിങ് ഉണ്ടല്ലോ, ഒരു കോട്ട് ആ ഒരു വൈറ്റ് പാർട്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് കൈ കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മുളച്ച് വരാൻ ഹെൽപ്പാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ചെയ്യാത്തവർക്ക് വേണ്ടി ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ, നീ അടുത്ത കാലത്തൊന്നും നമ്മൾ എന്തെങ്കിലും ഒരു ചെടി അല്ലെങ്കിൽ ഒരു പച്ചക്കറീൻ്റെ വിത്ത് മുളപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ നാട്ടിലായാലും ഇവിടെയാലും അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ മുറ്റത്ത് തന്നെ പോയി മണ്ണിൽ കളിച്ച് നടണമെന്നൊന്നുമില്ല. നമ്മുടെ കിച്ചൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ചെയ്യാം, നമ്മളെ കുട്ടികളെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇതാ കണ്ടില്ല, ഒരു വെളുത്തുള്ളീൻ്റെ ഒരു കൂടിൽ എത്രമാത്രം അല്ലി ഉണ്ടാവും നമുക്കറിയില്ല. ഏകദേശം ഒരു 10 അല്ലിയിൽ കൂടുതൽ എന്തായാലും ഉള്ളു. അപ്പോൾ ഒരു വെളുത്തുള്ളീൻ്റെ ഒരു അല്ലി ഒരു ചെടിയായിട്ടാണ് വളരുക. കണ്ടില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഇത് വേര് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോരു വെളുത്തുള്ളീൻ്റെ നേച്ചർ പോലെ ഇരിക്കും. അപ്പോൾ ചിലത് നല്ല ഹെൽത്തി ആയിരിക്കും, അപ്പോൾ ചിലത് അതിൽ ചീഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് വേറെ ബോട്ടിൽ മണ്ണ് നിറച്ചിട്ടോ അതോ നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന എന്തെങ്കിലും ബോട്ടിലെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിൽ നടാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു വെളുത്തുള്ളീൻ്റെ കൂട് നന്നായി വളർന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള തോടൊക്കെ ഇങ്ങനെ മുകളിലേക്ക് മാറി അത് ഏകദേശം ഇതാ ഇല വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ഹെൽത്തി ആയില്ല. അപ്പോൾ അതങ്ങനെ ഓരോ അല്ലി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ ചെടിയാക്കാം. അതിൽ നമുക്ക് ഓരോ കൂട് വെളുത്തുള്ളി കിട്ടും. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കൂടിയാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു വെളുത്തുള്ളി എടുത്തൊരു ചെറിയൊരു ഇതേപോലെ പാത്രത്തിലിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് വേര് വന്ന് ഇല വരുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ
ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഈ ഒരു കാഴ്ച. ഞാനിപ്പോൾ ഇത് വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നെടുത്ത് നോക്കും. അതെല്ലാം നമ്മുടെ സ്വകാര്യ അഹങ്കാരം തന്നെ പറയാം വീട്ടമ്മമാരുടെ. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു അടുക്കളത്തോട്ടായാലും ഒരു ചെടി തരുന്ന സന്തോഷം എന്ന് വെച്ചാൽ ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്തി നമുക്ക് തന്നെ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ചെടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വെളുത്തുള്ളി കിട്ടാനുള്ള വകയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് വേണം നമ്മൾ സെലക്ട് ചെയ്ത് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു തൈരിൻ്റെ നമ്മൾ യൂസ് ചെയ്ത് കളയുന്നൊരു ബോട്ടിൽ ഞാൻ പിന്നെ കോക്കോപീറ്റ് എടുത്തിട്ടുണ്ട്, അതായത് ചകിരിച്ചോറ് എടുത്ത് അത് നന്നായി നനച്ച്. ഇതിപ്പോൾ ഇത് 2 ദിവസം മുമ്പേ ഞാൻ ജസ്റ്റ് ഒരു വെളുത്തുള്ളി ഒരല്ലി നട്ടതാണ്, കണ്ടില്ലേ, അതിൽ നിന്ന് മുള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുളച്ചത് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് നടാം. പിന്നെ നമുക്കൊരു കൂട് അങ്ങനെ തന്നെ നടുകയും ചെയ്യാം. അപ്പോൾ അത് ഒന്നിച്ചങ്ങ് വളർന്നോളും. അല്ലെങ്കിൽ നമുക്ക് ഓരോ അല്ലി സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി നടന്നതാണ്. നമുക്ക് നല്ല നീറ്റായിട്ട് അതിന് കുറച്ച് സ്പേസൊക്കെ കൊടുത്ത് വളർത്താനാണ് ഉദ്ദേശമെങ്കിൽ നമുക്ക് നല്ല ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഒരു 2-3 അല്ലി വെച്ചിട്ട് ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ച് ചകിരിച്ചോറ് നിറച്ച് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെ താഴെയുള്ളൊരു കുഴിയാക്കി അതിൽ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ഇതിന് ഇലയൊക്കെ വരുന്ന ടൈം വരെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വെള്ളമായിട്ട് തളിക്കേണ്ട, നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിലിങ്ങനെ ഈർപ്പം മതി മണ്ണിൽ. ഇതിപ്പോൾ കോക്കോപീറ്റ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് വഴി നമുക്ക് ചെറിയ ഉള്ളിയും ചെയ്തെടുക്കാം, അതുപോലെ തന്നെ വലിയ ഉള്ളിയും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിത്തണ്ടിന് വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അത്യാവശ്യം ചെടികളൊക്കെ എന്നും ഉണ്ടാവും. അപ്പോൾ ഈ ഒരാഴ്ചയുള്ളത് ഈ സംഭവങ്ങളാണ്, കണ്ടില്ലേ. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ക്യാരറ്റ് ഞാൻ വാങ്ങി യൂസ് ചെയ്യുമ്പം ഒരു ചെറിയ പീസ് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഇലകൾ നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ അതിൽ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് പിന്നെയും മുളച്ച് വന്നിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ക്യാരറ്റ് ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് പിന്നെ പച്ചക്കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ എൻജോയ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നത്, ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഹെൽപ്പ് ആവണമെങ്കിൽ നിങ്ങൾ അവർക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.